ആറ്റുകാൽ പൊങ്കാല നാളെ നടക്കാനിരിക്കെ തിരുവനന്തപുരത്ത് വിപണി സജീവമാകുന്നു. സാധനങ്ങൾക്കെല്ലാം മുൻവർഷത്തേക്കാൾ അല്പം വില വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും കച്ചവടം പൊടിപൊടിക്കുന്നുവെന്ന് അറിയുന്നു. ആറ്റുകാൽ പൊങ്കാല എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ സമാന്തരമായൊരു വിപണി ഉണർന്നു എന്നുകൂടിയാണ്. നഗരത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വലിച്ചൊരു നടത്തം നടന്നാൽ റോഡിനിരുവശവും പൊങ്കാല സാധനങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുന്നത് കാണാം. കണിക്കൊന്ന പൂത്താൽ വിഷുവിങ്ങെത്തിയെന്ന സൂചനയാണ്. അതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങിങ്ങായി കലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ പൊങ്കാല ഇങ്ങെത്തിയെന്നാണ്. ചെറുതിൽ നിന്ന് ആ കച്ചവടം പൊങ്കാല ദിവസം എടുക്കുന്നതോടെ വളർന്ന് നഗരമാകെ പന്തലിക്കും. ഇപ്പോൾ പാളയം, സ്റ്റാച്യു, തമ്പാനൂർ, ഓവർബ്രിഡ്ജ്, കിഴക്കേക്കോട്ട അങ്ങനെ എല്ലായിടത്തും പൊങ്കാല കച്ചവടമാണ്. ചട്ടിയും കലവുമാണ് പ്രധാന കച്ചവടം. പലതിനും പല വില. വില 1/4 കിലോ അരി വേകുന്ന കലം ഇവിടെ 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 1/2 കിലോ അരി വേകുന്ന 100 രൂപ, പിന്നെ ഒരു പിടി അരി വേകുന്നത് 35. ചട്ടിക്ക് 40 രൂപ മുതൽ 100 രൂപയുടെ ഉണ്ട്. കത്തിക്കാനായുള്ള ചൂട്ടിനും കൊതുമ്പിനും ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്. കഴിഞ്ഞ വർഷം 30 രൂപ കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ 50 നൽകണം. ചിലയിടത്ത് 60ഉം 70ഉം. ചിരട്ടത്തവിക്ക് വില 40-ൽ നിന്ന് തുടങ്ങുന്നു. കഴിഞ്ഞത്തേതിനേക്കാൾ ഇരട്ടിയായി. പൊങ്കാല നിവേദ്യത്തിനുള്ള വയണയില ചെറിയ കെട്ടിന് 20ഉം വലിയ കെട്ടിന് 50ഉം. കഴിഞ്ഞ കൊല്ലത്തേതിനേക്കാൾ വലിയ വില വ്യത്യാസമില്ല. ചുടുകട്ടയ്ക്ക് തോന്നും വിലയാണ്. ഓരോ സ്ഥലത്തും ഓരോ വില. ചമ്പാവരിക്കും പച്ചരിക്കും വില വല്ലാതെ കൂടി. 60 രൂപയാണ് ശരാശരി വില. ചെറുപയറിന് കിലോ 180 രൂപ നൽകണം. ശർക്കരയ്ക്ക് 80ഉം പഞ്ചസാരയ്ക്ക് 55ഉം നൽകണം. നെയ്യ്, തേങ്ങ, പഴം തുടങ്ങിയവയ്ക്കും പൊങ്കാലക്കാലത്ത് വൻ ഡിമാൻഡാണ്. കഴിഞ്ഞ പോലെ വിലയൊക്കെ കൂടുതലാണ് എല്ലാം ചട്ടിക്കൊക്കെ, എന്നാലും കിട്ടുന്നുണ്ടല്ലോ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വില എത്ര കൂടിയാലും തിരക്കൊട്ടും കുറയില്ല. സിറിലിനും വിഷ്ണുവിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.